നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 79 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. അപ്പോൾ രണ്ടുപേരും മധുകൈടഭന്മാരും വിഷ്ണുവും അന്യോന്യം വരം കൊടുക്കാമെന്ന് പറയുന്നു. അപ്പം വിഷ്ണു ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുവെന്ന് മധുകൈടഭന്മാരോട് പറയുമ്പോൾ അവർ പറയുന്നു, അവിടുന്ന് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളൂ, ഞങ്ങൾ തരാം, അല്ലാതെ വിഷ്ണുവിൻ്റെ വരമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, നിങ്ങൾ ഇരുവരും എനിക്കിന്ന് വധ്യരായി തീരണമെന്ന്. അപ്പോൾ തങ്ങൾ ചതിയിൽപ്പെട്ടെന്ന് മധുകൈടഭന്മാർക്ക് മനസ്സിലായി. അപ്പോൾ ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഞങ്ങളെ അങ്ങേക്ക് കൊല്ലാൻ കഴിയും, പക്ഷേ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് അത് കഴിയുമെന്ന് അവർ അറിയിക്കുന്നു. ഉടനെ തന്നെ വിഷ്ണു അവരോട് പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ചു കൊല്ലാമെന്ന് പറഞ്ഞ് തൻ്റെ തുട വളരെ വലുതാക്കി അവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നു. വിഷ്ണു തൻ്റെ തുട 1000 യോജന വലിപ്പമുള്ളതാക്കി തീർത്തു. അപ്പോൾ അവിടെ വെള്ളമില്ല എന്ന് അവർക്കൊരു തോന്നൽ ഉളവാകുന്നു. ഇനി 80ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. 9ാം അധ്യായത്തിലെ തദാകർണ്യവജസ്തഥ്യം വിചിന്യ മനസാ ചതൗ വർദ്ധയാമാസ ദുർദേഹം യോജനാനാം സഹസ്രകം. സത്യമായ ആ വാക്ക് കേട്ടിട്ട് രണ്ടുപേരും ആലോചിച്ചു. എന്നിട്ട് ഇരുവരും തങ്ങളുടെ ശരീരം 1000 യോജന വലിപ്പമുള്ളതാക്കി തീർത്തു. ശ്ലോകം 81. ഭഗവാൻ ദ്വിഗുണം ചക്രേ ജഘനം വിസ്മിതൗ തഥാ ശീർഷേ സന്ദദ്ധതാം തത്ര ജഘനേ പരമാത്ഭുതേ. ഭഗവാൻ വിഷ്ണു അപ്പോൾ തൻ്റെ തുട ഇരട്ടി വിസ്തൃതമാക്കി. അത് കണ്ട ദൈത്യന്മാർ ഇരുവരും അത്ഭുതപ്പെട്ടു. അത്ഭുതാവഹമായ ആ തുടയ്ക്കുമേൽ ഇരുവരും തങ്ങളുടെ ശിരസ് വെച്ചു. ശ്ലോകം 82. രഥാംഗേന തഥാ ഛിന്നേ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ ജഘനോപരിവേഗേന പ്രകൃഷ്ടേ ശിരസി തയോഃ. ഏതു രൂപവും കൈക്കൊള്ളാൻ കഴിവുള്ള വിഷ്ണു തൻ്റെ തുടകൾക്കുമേൽ വെച്ചിരിക്കുന്ന അവരുടെ കൂറ്റൻ ശിരസ് ചക്രം കൊണ്ട് വേഗം ഛേദിച്ചു. സുദർശന ചക്രം കൊണ്ട് വേഗം ഛേദിച്ചു. ശ്ലോകം 83. ഗതപ്രാണൗ തഥാ ജാതൗ ദാനവൗ മധുകൈടഭൗഹൗ സാഗരസകലോ വ്യാപ്തസ്തദാ വൈ മേധസാ തയോഃ. അപ്പോൾ തന്നെ മധുകൈടഭന്മാരുടെ ജീവൻ നഷ്ടമായി. സമുദ്രത്തിലെങ്ങും അവരുടെ മേധസ് പരന്നു. ശ്ലോകം 84. മേദിനീതി തതോ ജാതം നാമ പൃഥ്വാ സമന്തതഃ അഭക്ഷ്യാമൃത്രികാ തേന കാരണേന മുനീശ്വരാഃ. അതുകൊണ്ട് ഭൂമിക്കാകെ മേദിനി എന്ന പേരുണ്ടായി. അക്കാരണത്താൽ തന്നെ ഹേ മുനീശ്വരരെ, മണ്ണു തിന്നാൻ യോഗ്യമല്ലാത്തതായി തീർന്നു. ശ്ലോകം 85. ഇതി വാ കഥിതം സർവം യത് പൃഷ്ടോസ്മി സുനിശ്ചിതം മഹാവിദ്യാ മഹാമായ സേവനീയ സദാ ബുധൈഹൈ. എന്തറിയാനാണോ ചോദിച്ചത് അത് ഞാൻ നിശ്ചയമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. വിദ്വാൻമാരാൽ സദാ ഉപാസിക്കപ്പെടേണ്ടവളാണ് മഹാവിദ്യസ്വരൂപിണിയായ മഹാമായ.
ശ്ലോകം 86. ആരാധ്യ പരമാശക്തി സർവൈരപി സുരാസുരൈഹൈ നാദപരതരം കിഞ്ചിദധികം ഭുവനത്രയേ. ദേവന്മാർക്കും അസുരന്മാർക്കുമെല്ലാം ആരാധ്യയാണ് പരാശക്തി. അതിന് അതീതമായ മറ്റൊരു ശക്തി 3 ലോകത്തിലും ഇല്ല. ശ്ലോകം 87. സത്യം സത്യം പുനഃസത്യം വേദശാസ്ത്രാർത്ഥനിർണയഃ പൂജനീയാം പരാശക്തിർ നിർഗുണാ സഗുണാഥവാ. ഇത് സത്യമാണ്. സത്യം സത്യം. വേദശാസ്ത്രങ്ങൾക്ക് സമ്മതവുമാണിത്. സഗുണഭാവത്തിലോ നിർഗുണഭാവത്തിലോ പൂജിക്കപ്പെടേണ്ടവളാണ് പരാശക്തി. സൂതൻ പറയുന്നതാണിത് ഋഷിമാരോട്. ഇതി ശ്രീദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ 9-ാധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.